വളരെ സ്വാദിഷ്ടമായ ഒരു പുഴുക്കാണ് നമ്മൾ ചെയ്യുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയും രാത്രി കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പുഴുക്കാണ്. ഇതിനായി ഞാനിവിടെ 1 കിലോ അളവിൽ കപ്പ എടുത്തിട്ടുണ്ട്. 6 കഷ്ണം ചെറിയ ഉള്ളി ചതച്ചത്, 5 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഉപ്പ്, കടുക്, വെളിച്ചെണ്ണ. ഇനി അരപ്പിനായിട്ട് അരമുറി തേങ്ങ, 5 കഷ്ണം ചെറിയ ഉള്ളി, 6 കഷ്ണം പച്ചമുളക്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഇത്രയുമാണ്. ഇനി ഒരു കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കപ്പയുടെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് മൂടി വെച്ച് ഒരു 5 വിസിൽ നമുക്ക് അടുപ്പിക്കാം. ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് നമുക്ക് ഊറ്റി മാറ്റാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇതിൽ 1/2 കിലോ അളവിൽ ചേമ്പും ഒരു ചെറിയൊരു കഷ്ണം പപ്പരയ്ക്ക ചെറുതായി അരിഞ്ഞതും അതും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് 1 കപ്പ് വെള്ളവും കൂടെ നമുക്ക് ഒഴിക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒറ്റ വിസിൽ അടുപ്പിച്ചാൽ മതി. ചേമ്പും പപ്പരക്കയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇനി അതിനുശേഷം ഒരു 3 കഷ്ണം ചെറിയ ഉള്ളി അരിഞ്ഞതാണ്, അതും കൂടെ ചേർക്കാം. ഇപ്പോൾ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ അരപ്പ് അതൊന്ന് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് വേവിച്ച് വെച്ച കപ്പയും ചേമ്പ്, പപ്പരയ്ക്ക ഇതെല്ലാം കൂടെ നമുക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായ പുഴുക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.